ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഓരോ ആംഗിൾസിന്റെ എത്രയാണെന്നുള്ളൊരു ചെറിയ ടേബിൾ മാത്രമാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം അത് എഴുതാം. സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്. ഓക്കെ, ആംഗിൾസിനെ ഞാൻ പൈയുടെ ബേസിലാണ് എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ 0, നെക്സ്റ്റ് ആംഗിൾ π/6, പിന്നെ π/4, π/3, π/2, π, 3π/2, 2π. ഓക്കെ, ഇത്ര ആംഗിൾസിന്റെ സൈൻ കോസ് ടാൻ എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ട്രിക്ക് ഉണ്ട്, 3 ട്രിക്ക് നമുക്ക് എടുക്കാം. ഒന്ന് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ട്രിക്കാണ്, എല്ലാം പറയാം ഇപ്പോൾ. ഓക്കെ, ഒരു പ്ലസ് വരയ്ക്കുക. എന്നിട്ട് ഇതൊരു യൂണിറ്റ് സർക്കിൾ ആണെന്നുള്ള രീതിയിൽ അതിന്റെ കോർഡിനേറ്റ്സ് എഴുതാം. അപ്പോൾ ഇത് 0 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, 180 ഡിഗ്രി, ഇങ്ങനെ പോകുമ്പോൾ ഇത് 270 ഡിഗ്രി, തിരിച്ചിവിടെ എത്തുമ്പോൾ 360 ഡിഗ്രി. ഓക്കെ, ഇതിന്റെ കോർഡിനേറ്റ്സ് എഴുതുക. 1 0 0 1 -1 0 0 -1. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 4 ആംഗിൾസിന്റെ സൈനും കോസും ഉണ്ടാകാനും ആദ്യം എഴുതാം. ഓക്കെ, അപ്പോൾ 0 ഡിഗ്രി എടുത്തു. അതിൽ ആദ്യം കിടക്കുന്നത് അതിന്റെ കോസ് ആയിരിക്കും. ഓക്കെ, ആദ്യം കിടക്കുന്നത് ഇപ്പോൾ 0 ഡിഗ്രിയുടെ കോർഡിനേറ്റ് 10 അല്ലേ, ആദ്യത്തെ കോർഡിനേറ്റ് കോസ് ആയിരിക്കും, രണ്ടാമത്തെ കോർഡിനേറ്റ് സൈനും ആയിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ടാൻ എഴുതാമല്ലോ. 0/1 0. അത് തന്നെയാണ് 360യുടെ കേസിലും വരുന്ന കാര്യം. 0 ഡിഗ്രിയും 360 ഡിഗ്രിയും സെയിം ആയിട്ടാണ് ഒരേ ഇതിലാണ് വരുന്നത്. അപ്പൊ 360ക്ക് അതായത് 2πക്കും സെയിം സിറ്റുവേഷൻ തന്നെയാണ്. 0 1 0. നമുക്ക് 90 ഡിഗ്രിയുടെ കേസിൽ വെക്കുക. 90 ഡിഗ്രി എന്ന് പറയുന്നത് π/2 ആണ്. ആദ്യം കിടക്കുന്നത് കോസ്, രണ്ടാമത് കിടക്കുന്നത് സൈൻ. ഓക്കെ, അപ്പൊ 1/0 അതാണ് സൈൻ ബൈ കോസ് ടാൻ. 1/0ക്ക് ഉത്തരവില്ല, സോ ഇറ്റ്സ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, പിന്നെ 180 ഡിഗ്രിയിലേക്ക് പോവാം. ആദ്യം കിടക്കുന്നത് -1, അതാണ് അതിന്റെ സൈൻ. 180 എന്ന് പറയുമ്പോൾ π ആണ്. അപ്പൊ ആദ്യം കിടക്കുന്നത് -1 0 ആണ്. ആദ്യം കിടക്കുന്നതാണ് അതിന്റെ കോസ്, രണ്ടാമത് കിടക്കുന്നതാണ് അതിന്റെ സൈൻ. 0/-1 0. ഇനി 270യിലേക്ക് പോവുക. 270 എത്തുമ്പോൾ 0 -1 ആണ്, അത് 3π/2 ആണ്. അപ്പൊ ആദ്യം കിടക്കുന്നത് കോസ്, രണ്ടാമത് കിടക്കുന്നതിന്റെ സൈൻ. ഓക്കെ, -1 0 -1/0 നോട്ട് ഡിഫൈൻഡ് ആണ്, നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ നമ്മൾ ആ ആക്സിസിൽ വരച്ച എല്ലാ നമ്പേഴ്സിന്റെ ആംഗിൾസിന്റെ സൈൻ കോസ് ടാൻ എഴുതി. ഇനി നമുക്ക് വരുന്നത് 45 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി. അതാണ് π/6, π/4, π/3. നമ്മൾ 180 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇത് 30 ഡിഗ്രി, ഇത് 45, ഇത് 60 ഡിഗ്രി, അങ്ങനെയാണ്. അപ്പൊ ഇത് വരുന്ന ട്രയാങ്കിൾ വരച്ചിട്ട് നോക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അങ്ങനെ ചെയ്യാം. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടെക്നിക്കാണ്. ഇത് 45, ഇത് 45, ഇത് 90. സൈഡ്സ് ഇൻ ദ റേഷ്യോ 1:1:√2. ഓക്കെ, ഇങ്ങനെയാണല്ലോ. അപ്പം നമുക്ക് 45ന്റെ എടുക്കാം. 45ന്റെ സൈൻ എത്രയാണ്? 1/√2. ഓക്കെ, നോക്കുക, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, അത് തന്നെയാണ് അതിന്റെ കോസും. 1/√2. രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക. 1/√2/1/√2 ആണ് ടാൻ. അപ്പോൾ അത് 1 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ട്രയാങ്കിൾ വരയ്ക്കുക. ഇതിൽ 60 30 90 1:√3:2 വരും. ഓക്കെ, അപ്പോൾ 30 ഡിഗ്രിയുടെ സൈൻ എടുക്കുക. 30 ഡിഗ്രിയുടെ സൈൻ എന്ന് പറയുമ്പോഴേക്കും ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസസ്. അപ്പൊ സൈൻ 30 ഹാഫ് ആണ്, കോസ് 30 √3/2. അപ്പോൾ ടാൻ 30 എന്ന് പറയുന്നത് 1/√3. ഓക്കെ, ഇവിടെ ആംഗിൾസും സൈഡ്സും കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ഡെറൈവ് വെച്ചെടുക്കുക എന്നുള്ളത് ഞാനിപ്പോൾ വേഗം പറയുകയാണ്. ഇതൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആണ് 60യിലേക്ക് വരുമ്പോൾ √3/2 1/2 √3. ഓക്കെ, അപ്പൊ നമ്മൾ
3 ഫംഗ്ഷൻസ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആയിട്ടുള്ള സൈന്റെയും കോസിന്റെയും ടാനിന്റെയും ഓരോ ആംഗിൾസിലും എത്രയാണ് അതിന്റെ വാല്യൂസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതറിയാമെങ്കിലാണ് നമുക്ക് ട്രിഗണോമെട്രി കൃത്യമായിട്ട് ഓരോ കണക്കുകളും ചെയ്യാനൊക്കെ സാധിക്കുക. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. താങ്ക് യു.